എല്ലാവർക്കും പുതിയൊരു പ്രഭാതം ആശംസിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും വണ്ടർ വേൾഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ദിവസം നമ്മുടെ കമ്പനിയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാനും സമദ് സാറും വളരെ വൈകിയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ആ സമയത്ത് അരീക്കോട് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രദേശത്ത് ഏകദേശം ഒരു 12:30 മണിക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിലേക്ക് ചെന്നു. ആ ഒരു ഏരിയ ഒരുപാട് ഹോട്ടലുകളുള്ള ഒരു ഏരിയ. അവിടെ തട്ടുകട പോലെ ഒട്ടനേകം സ്ഥാപനങ്ങളുണ്ട്. ഈ ഹോട്ടലുകളുടെ മുൻഭാഗത്ത് ഓരോ ഹോട്ടലുകളിലേക്കും ആളുകളെ വിളിച്ചു കയറ്റാൻ, അവരതിലേക്ക് ഇങ്ങനെ വിളിക്കാൻ വേണ്ടി പുറത്ത് യുവാക്കളായ ഏതാനും പേര് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരും അവനവന്റെ ഹോട്ടലുകളിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റുന്നു. വാഹനം വരുമ്പോ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, ഇങ്ങോട്ട് വരൂ എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സുപരിതമായ പ്രദേശമായതുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഭക്ഷണം കഴിച്ച് ഇറങ്ങിയ സമയത്ത് അവിടെ പുറത്തു നിന്ന് ഇങ്ങനെ വിളിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പയ്യനോട് ഞാനിങ്ങനെ ചോദിച്ചു, എവിടെയാണ് സ്ഥലം? തൊട്ടടുത്തുള്ള ഒരു പ്രദേശം പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു. എത്ര മണി വരെയാണ് നീ ഇങ്ങനെ വിളിക്കാറുള്ളത്? എത്ര മണി വരെ ഇവിടെ ഡ്യൂട്ടി ഉണ്ട്? പുലർച്ചെ 3 മണി വരെയാണ് ഡ്യൂട്ടി. എപ്പോഴാ തുടങ്ങിയത്? 6 മണിക്ക് തുടങ്ങും. അപ്പൊ നീ പഠിക്കുകയാണോ? അതെ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു പയ്യനോട് ചോദിച്ചപ്പോ +2 ആണ്. അപ്പൊ +2-നും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന ഈ കുട്ടികള് അവിടെ ക്ലാസ് കഴിഞ്ഞ് 6 മണിക്ക് ഡ്യൂട്ടിയിൽ കയറിയാൽ പുലർച്ചെ 3 മണി വരെ അവർ ഡ്യൂട്ടി ചെയ്യുന്നു. അവർ ചെയ്യുന്ന ഡ്യൂട്ടി ഹോട്ടലിലേക്ക് ആളുകളെ വിളിക്കുക എന്നതാണ്. ഒരുപക്ഷെ അവർക്ക് ലഭിക്കുക 450 രൂപയോ, ഈ 9 മണിക്കൂർ സമയം ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 450 രൂപ മുതൽ 500 രൂപ വരെയാണ്. സാധാരണ സെയിൽസിനും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു മണിക്കൂറിന് 50 രൂപ വെച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കാറുള്ളത് ഹോട്ടലുകളിൽ. അതേ ഹോട്ടലിൽ തന്നെ സെയിൽസിൽ നിൽക്കുവാനും വളരെ ചെറുപ്പക്കാരായ കുട്ടികളായ ആളുകളെ കണ്ടു. അവരൊക്കെ പഠിക്കുന്നവരാ. അപ്പൊ ഈ 450 500 രൂപ ലഭിക്കുവാൻ വേണ്ടി 9 മണിക്കൂർ സമയം അവർ നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ചിന്തിച്ചത്, ഒരു 3 മണിക്കൂർ സമയം ഇരിക്കാതെ നിന്നാൽ തന്നെ നമുക്ക് കാല് വേദന വരും, നമുക്ക് ഭയങ്കര ക്ഷീണം വരും. പക്ഷെ ഇത്രയും സമയം അവർ 9 മണിക്കൂർ സമയം ഈ റോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. എന്നിട്ട് അവർക്ക് ലഭിക്കുന്ന ഈ തുച്ഛമായ വേതനവും. സമാനമായ അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് കുട്ടികളിൽ അധികം ആളുകളും ഇതുപോലെയുള്ള ഒരുപാട് ജോലികൾക്ക്, പാർട്ട് ടൈം ആയ വർക്കുകൾക്ക് പോകുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും കല്യാണ വിരുന്നുകളിൽ, ഫംഗ്ഷനുകളിൽ ചെന്നാൽ അവിടെ ഭക്ഷണം വിളമ്പുന്ന കാറ്ററിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നവർ അധികവും വിദ്യാർത്ഥികളാണ്. ശനി ഞായർ പോലത്തെ അവധി ദിവസങ്ങളിൽ അവർ ഈ കാറ്ററിംഗ് ടീമിന്റെ കൂടെ പോകും. 4 മണിക്കൂർ ഡ്യൂട്ടി ചെയ്താൽ 400 രൂപയും ഫുഡും ലഭിക്കും. ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം ജോലികളിൽ ഇന്ന് യുവാക്കളായ ഡിഗ്രിക്കും +2-നും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ലണ്ടനിലോ കാനഡയിലോ അതുപോലെയുള്ള ജർമ്മനി പോലത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ വേണ്ടി പോകുന്ന കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പാർട്ട് ടൈം ജോലിയുണ്ട്. ഈ പാർട്ട് ടൈം ജോലി അവരും ചെയ്യുന്നത് ഇതുപോലെയാണ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വല്ല ഷോപ്പുകളിലോ മറ്റോ ആണ് അവർ ജോലി ചെയ്യുന്നത്.
അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ അവിടുത്തെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നൊക്കെ നമ്മൾ അങ്ങനെ അവിടൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ പഠനത്തിന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റം കേട്ടിരുന്നത്. ഇന്നതൊക്കെ മാറി. ഇന്ന് അധിക കുട്ടികളും ഇതുപോലെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒട്ടനേകം ജോലികൾ പഠനത്തിന് കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്കും വന്നു? അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് കുട്ടികൾക്ക് പണം ആവശ്യമായി വന്നിരിക്കുന്നു എന്നത് മനസ്സിലാവുക. സാധാരണ വീടുകളിലുള്ള സാമ്പത്തികമായ പ്രയാസമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉള്ള കുട്ടികൾ മാത്രമല്ല ഇത്തരത്തിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് എല്ലാവരും എല്ലാ തരത്തിലുള്ള എല്ലാ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അത്തരം സ്റ്റാറ്റസിൽ നിൽക്കുന്ന കുട്ടികൾ വരെ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്തരത്തിൽ ജോലിക്ക് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്? അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക, ഇവർക്ക് പണം ആവശ്യമായി വന്നിരിക്കുന്നു. പണ്ടൊക്കെ പഠിക്കുവാൻ വീട്ടിൽ നിന്ന് തരുന്ന എപ്പോഴെങ്കിലും വരുന്ന ചെറിയ ട്യൂഷൻ ഫീസുകളോ വാഹനത്തിന് കൺസെഷൻ ആയിട്ട് കൊടുക്കുന്ന ചെറിയ എമൗണ്ടോ അതുപോലെയുള്ള എപ്പോഴെങ്കിലും വരുന്ന ചെറിയ ചെറിയ ഫംഗ്ഷനുകളോ അതിന് മാത്രമാണ് പണം ആവശ്യമായി വന്നിരുന്നത്. ഇന്ന് ക്യാമ്പസിന്റെ ചിത്രം തന്നെ ആകെ മാറി. ക്യാമ്പസിന്റെ ഒരു ചിത്രം എല്ലാം ആഘോഷമായി, എന്റർടൈൻമെന്റ് ആയി, അതിനെ ഏറ്റവും നന്നായി എങ്ങനെ കാണിക്കാം എന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ക്യാമ്പസുകളിലുള്ളത്. ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായി ഒരു ക്യാമ്പസിന്റെ പിക്ചർ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ ഏത് വിഷയമാണെങ്കിലും ഒരാൾ ഒരു ബർത്ത്ഡേ വന്നാൽ, അതുപോലെ തന്നെ പെൺകുട്ടികളുടെ എൻഗേജ്മെന്റുകള്, നിക്കാഹുകള്, കല്യാണം, അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ മോം ടു ബി, ബ്രൈഡ് ടു ബി എന്നിങ്ങനെ തുടങ്ങി ഓരോ തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് കോളേജുകളെല്ലാം അരങ്ങേറുന്നത്. കോളേജുകളിൽ സാധാരണ നടക്കുന്ന ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ ആവട്ടെ, അതുപോലെ തന്നെ ഫെയർവെൽ പാർട്ടി ആവട്ടെ, കോളേജ് ഡേ പ്രോഗ്രാമുകളാവട്ടെ, അതിന് പുറമെ നടക്കുന്ന മറ്റനേകം പ്രോഗ്രാമുകൾ. ഈ പ്രോഗ്രാമുകളെല്ലാം കേവലം ഒരു പ്രോഗ്രാമായി നടക്കുന്നതിന് പകരം എല്ലാ ഇവന്റുകളിലും DJ-യുടെ അകമ്പടി വേണം, കേക്ക് കട്ട് ചെയ്യണം, അതിനാവശ്യമായ അലങ്കാരങ്ങൾ അവിടെ ഒരുക്കണം. അതിനപ്പുറം ഓരോ പ്രോഗ്രാമുകൾക്കും ക്ലാസ് വൈസിലോ ഗ്രൂപ്പ് വൈസിലോ അവർ ഡ്രസ് കോഡുകൾ കൊണ്ടുവരുന്നു. എല്ലാം ആഘോഷമാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ ഗ്രൂപ്പുകളുടെ ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഇതെല്ലാം സ്റ്റാറ്റസ് വെച്ച് റീൽ ഉണ്ടാക്കി സ്റ്റോറി ഇട്ട് അത് എത്ര പേർ കണ്ടു, എന്റെ സ്റ്റാറ്റസിന് എത്ര കമന്റുകൾ വന്നു, അതോടൊപ്പം ആ കമന്റുകളിൽ നിറഞ്ഞു വരുന്ന ഒരേ കമന്റുകളായിരിക്കും, നിനക്ക് തന്നെയാണ് ലൈഫ്. ഇതാണ് ക്യാമ്പസിലെ കുട്ടികളുടെ ഒരു കമന്റ്. ഒരാൾ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാം എന്തെങ്കിലും രീതിയിൽ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന് നേരെ കമന്റ് ചെയ്യുന്നത് നിനക്ക് തന്നെയാണ് ലൈഫ് എന്നതാണ്. ഇത് കാണുന്ന കുട്ടികളിൽ അധികം ആളുകൾക്കും ഒരു പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാമ്പത്തികമായി അവർ അനുവദിക്കണമെന്നില്ല. അപ്പൊ ഇത് ലഭിക്കാത്ത കുട്ടികൾ നിരാശരായി പോകുന്ന ഒരു അവസ്ഥാവിശേഷം കൂടി അവിടെയുണ്ട്. ഏതായിരുന്നാലും ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആഘോഷങ്ങളാണ്. ഒരിക്കലും പഠിക്കുവാൻ കൂടുതൽ പണം ആവശ്യമില്ല, പക്ഷേ പഠിക്കുന്നുണ്ട്, ഞാനൊരു ക്യാമ്പസിലാണ് ഉള്ളത് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ, ക്യാമ്പസ് ലൈഫ് അടിപൊളിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ധാരാളം പണം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പോ കോളേജുകളില് പണ്ടൊക്കെ ഈ IV ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ടൂർ പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഫൈനൽ ഇയർ ആകുമ്പോൾ ഹിസ്റ്ററി പോലത്തെ സബ്ജക്റ്റുകൾക്ക് അവരുടെ സിലബസിന്റെ ഭാഗമായി വരുന്ന വിസിറ്റുകൾ ഉണ്ടാവാം.
അതോടൊപ്പം തന്നെ IV ഉണ്ടാവും, സയൻസ് സ്റ്റുഡൻസുകൾക്ക് IV ഉണ്ടാവും. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും, കോളേജ് ബേസിലല്ല, ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ തന്നെ സ്റ്റഡി ടൂറുകൾ, IV അതുപോലെ തന്നെ മറ്റു പല പേരുകളിലായി ടൂർ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെറുതെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ, വളരെ ചുരുങ്ങിയ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു പീരീഡിൽ നടക്കുന്ന ഒന്നോ രണ്ടോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ട്രിപ്പുകളിൽ നിന്നൊക്കെ മാറി ഇന്നത്തെ ട്രിപ്പുകളെല്ലാം ഡൽഹി, മണാലി, കുളു, കശ്മീർ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കായി മാറി. എന്തുകൊണ്ട് ഈ ഒരു ട്രെൻഡ് കടന്നു വന്നു? യൂട്യൂബ് ചാനലുകളും വ്ളോഗേഴ്സും അത്രമാത്രം ഇന്ന് നമ്മെ യാത്രക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ സാധാരണ പോയിരുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി ഇന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഓരോ മുക്കുമൂലകളും എവിടൊക്കെ വൈബുണ്ട്, എവിടൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റും എന്നത് വ്ളോഗേഴ്സ് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ്. അതോടൊപ്പം തന്നെ അത് പോകുവാനുള്ള ഒരു പ്രേരണ നമുക്ക് നൽകുന്ന രീതിയിലാണ് വീഡിയോകളെല്ലാം വരുന്നത്. അപ്പൊ നമ്മളൊക്കെ മാറി, എല്ലാ ഫാമിലിയും മാറി. നമ്മുടെ യാത്രകളുടെ എണ്ണം നോക്കിയാൽ അത് മാറിയിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കാൻ, ഞങ്ങളുടെ ക്യാമ്പസ് അടിപൊളിയാണ്, ഞങ്ങളുടെ ക്യാമ്പസ് ലൈഫ്, കലാലയ ജീവിതം അത് സൂപ്പറാണ് എന്ന് തന്റെ സഹപാഠികളെ അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരികളെ കാണിക്കുക എന്ന് തന്നെയാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെയും വലിയ വലിയ ട്രിപ്പുകൾ പോകാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ആ സ്ഥലം കാണുക എന്നതിലപ്പുറവും ഇങ്ങനെ ഒരു മോട്ടീവ് കൂടി അവർക്കുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോ ട്രിപ്പുകളൊക്കെ മാറി, ഞാൻ സൂചിപ്പിച്ചത് അതാണ്. ട്രിപ്പുകളൊക്കെ മാറി. ഇപ്പൊ വലിയ വലിയ ട്രിപ്പുകളാണ്, 10 ദിവസവും 11 ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന ട്രിപ്പുകൾ. അതിന് അവർക്ക് ആവശ്യമായി വരുന്ന എമൗണ്ട് 8,000 മുകളിലാണ്. 8,000 മുതൽ 11,000 12,000 റുപ്പീസ് വരെ ഇത്തരം ട്രിപ്പുകൾക്ക് ഒരു കുട്ടിക്ക് ആവശ്യമായി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഞാൻ ക്യാമ്പസിലാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്തുവാൻ, തന്റെ കൂടെയുള്ളവരെല്ലാം ഈ രീതിയിലൊക്കെ നടക്കുമ്പോൾ തനിക്കും അതിന്റെ കൂടെ ആവണം, ഞാനും അതിന്റെ കൂടെ ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അപ്പൊ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ല, പണമില്ല, വീട്ടിൽ നിന്ന് ചോദിക്കാൻ വയ്യ, വീട്ടിൽ സാമ്പത്തികമായ ചില പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഇത്തരം എല്ലാ പ്രോഗ്രാമുകളിലും നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏതാനും കുട്ടികളുണ്ടാവും. എന്നാൽ അധികം കുട്ടികൾക്കും താല്പര്യമുണ്ട്, പക്ഷെ അവരുടെ അടുക്കൽ പണമില്ല എന്ന ഒരു പ്രയാസം അവർക്കുണ്ട് താനും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ക്യാമ്പസിന്റെ ഈ ഒരു പുതിയ ചേഞ്ച്, കുട്ടികൾ തന്നെ സ്വയം പണം കണ്ടെത്തുവാനുള്ള സോഴ്സുകൾ അന്വേഷിക്കുന്നു എന്നത്. അതിൽ നിന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങൾക്ക് ആവശ്യമായ ഡ്രസ്സിനും യാത്രകൾക്കും അതുപോലെയുള്ള മറ്റു ഇവന്റുകൾക്കും പ്രോഗ്രാമുകൾക്കും നല്ല മൊബൈലുകൾ, ഇന്ന് ഐഫോൺ ഇല്ലാത്ത കുട്ടികൾ വളരെ കുറവാണ്. ഇന്നൊരു അതിനേക്കാളും വിലയുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീച്ചേഴ്സ് ഉള്ള ഫോണുകളൊന്നും മക്കൾക്ക് വേണ്ട. അവർക്കെല്ലാം അത് സ്റ്റാറ്റസിന്റെ ഭാഗമായി ഐഫോണുകൾ തന്നെ വേണം. മാറി മാറി വരുന്ന പുതിയ പുതിയ വേർഷനുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ അത്ഭുതപ്പെടും. കുട്ടികളിൽ എല്ലാവരുടെ കയ്യിലും അത്തരത്തിലുള്ള വില കൂടിയ പുതിയ വേർഷൻ ഫോണുകളാണ് ഉള്ളത്. അപ്പൊ എവിടുന്നാ അതിനൊക്കെ ക്യാഷ് കിട്ടുന്നത്? 1,00,000 മുകളിൽ 1,50,000 രൂപ വരെ വില വരുന്ന മൊബൈലുകൾ മാറ്റിയെടുക്കുവാൻ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് എവിടുന്നാണ് പണം എന്ന് പല സമയത്തും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് കുട്ടികൾ സ്വയം പണം കണ്ടെത്തുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ഒഴുക്കായിരുന്നു, പഠനത്തിന് ഒരു ഒഴുക്ക. 10 കഴിഞ്ഞ ഇനി പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകണം, ഡിഗ്രി കഴിഞ്ഞാൽ ഇനി ഒന്നുകിൽ BEd അല്ലെങ്കിൽ PG, ഇങ്ങനെ ഒരു ഒഴുക്കുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിയും കഴിഞ്ഞു, PGയും കഴിഞ്ഞു, BEdും കഴിഞ്ഞു, ഇനി ഒരു ജോലി നോക്കണം. എന്താ ജോലി ഉദ്ദേശിക്കുന്നത്? അത് ടീച്ചിങ് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ കൊമേഴ്സ് പോലത്തെ സബ്ജക്റ്റുകൾ എടുത്തവരാണെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ആയി കയറണം, ഏതെങ്കിലും കമ്പനിയിൽ നിൽക്കണം. ഈ ഒരു മൈൻഡിലായിരുന്നു, ഒരു ജോലി, ഒരു എംപ്ലോയ്മെന്റ് മൈൻഡിലായിരുന്നു കുട്ടികളെല്ലാം പോയിരുന്നത്. ഇന്ന് നമ്മൾ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ആർക്കും ഇത്തരത്തിൽ ഗവൺമെന്റ് ജോലികൾ ആവശ്യമില്ല, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ് അല്ല അവർ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എന്റർപ്രണേഴ്സ് ആവണം. എന്താ കാരണം? അത് സാലറിയാണ്.
സാലറിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതാണ് കുട്ടികൾ ഇങ്ങോട്ട് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സാലറിക്ക് ലിമിറ്റ് ഉണ്ട്. ഒരു എന്റർപ്രണർ ആവണം, അപ്പോഴാണ് ബിസിനസ് ചെയ്യണം. പുതിയ പുതിയ ഐഡിയാസ്, നമ്മൾ പോലും ചിന്തിക്കാത്ത പുതിയ ഐഡിയകൾ അവരുടെ മനസ്സിലുണ്ട്. അപ്പോ പണ്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റം, പഠനം കഴിഞ്ഞ് ഇനി ഒരു ജോലി, ഏകദേശം 20ഉം 22ഉം 23ഉം 25 വയസ്സ് വരെ അവർ കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് ജോലിയെക്കുറിച്ച് ആലോചിക്കുന്നത്. അത്രയും കാലത്തെ പഠനം രക്ഷിതാക്കളെ ആശ്രയിച്ചിട്ട് അവർ കൊടുക്കുന്ന ക്യാഷ് കൊണ്ടായിരിക്കും അവർ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്രമാത്രം പണച്ചെലവുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഒരു വീട്ടിൽ ചെന്ന് രക്ഷിതാവിനോട് ചോദിക്കാൻ പറ്റുന്നതല്ല എന്ന് മക്കൾക്കും ബോധ്യമുള്ളത് കൊണ്ട്, എന്നാൽ ഇത്തരം എന്റർടൈൻമെന്റുകൾ ഒന്നും ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ട്, ഒരു ടീമിന്റെ കൂടെ നിൽക്കുമ്പോ, ഒരു ഗ്രൂപ്പിലായി നിൽക്കുമ്പോ അവിടെ മാറി നിൽക്കാൻ അവർക്ക് പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അവർ സ്വയം പണം കണ്ടെത്താനുള്ള വഴികളെ കുറിച്ച് അന്വേഷിക്കുന്നു. അതിൽ നിന്നാണ് പാർട്ട് ടൈമായി ഇത്തരത്തിലുള്ള ജോലികൾക്ക് വരെ മക്കൾ പോകുവാൻ തയ്യാറാകുന്നത്. അവർക്കത് പ്രശ്നമല്ല. ഞാൻ ആ കുട്ടിയെ കുറിച്ച് ചിന്തിച്ചു. +2 പഠിക്കുന്ന പയ്യനാ. എക്സാം എടുക്കാനായി. പക്ഷെ അവൻ 3 മണി വരെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഈ 3 മണിക്ക് ശേഷം അവൻ വീട്ടിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി അവന് ഉറങ്ങാൻ എവിടെയാ സമയം? അപ്പോഴേക്ക് സ്കൂളിലേക്ക് പോവാനായില്ലേ? അവൻ സ്കൂളിൽ ചെന്നാൽ അവൻ ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അപ്പോ ജോലി ചെയ്യുക എന്നതും പണം സമ്പാദിക്കുക എന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ പഠിക്കുന്ന കുട്ടികൾ ഇത്രയും സമയം രാത്രിയും മറ്റും ജോലി ചെയ്യുമ്പോൾ അവരുടെ പഠനത്തെ അത് സാരമായി ബാധിക്കുമെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ പണമുണ്ടാക്കുവാൻ വേണ്ടി കുട്ടികൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വഴികൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും, എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികമായ അധ്വാനം കുറവുള്ളതുമായ വഴികളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുക എന്നത് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അധ്യാപകരാവട്ടെ അല്ലാത്തവരാവട്ടെ അവർക്കൊക്കെ ഒരു ബാധ്യതയുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ കുട്ടികളോട് പഠനത്തിന്റെ കൂടെ നിങ്ങൾക്ക് ടൂർ പോകണോ, നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങണോ, കോളേജുകളിൽ നടക്കുന്ന ഫംഗ്ഷനുകളിൽ നിങ്ങൾക്ക് ഡ്രസ് കോഡിന് വേണ്ടി ഡ്രസ്സ് ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ മെഗാ ഇവന്റുകളാക്കി കുട്ടികളാണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരാൻ അവർക്ക് ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള വാഹനങ്ങൾ അവർ തന്നെ റെന്റിന് വിളിക്കുന്നു. വലിയ എമൗണ്ടുകളാണ് ഇവർ കൊടുക്കുന്നത്. ഇതൊക്കെ അവർ പരസ്പരം പിരിവിട്ടിട്ടാണ്, ഷെയർ ചെയ്തിട്ടാണ് ഇതിനുള്ള പണം കാണുന്നത്. ഇതിനൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് വേണം, ഓരോ കുട്ടിയും കൊടുക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട് എങ്കിൽ അത് സമ്പാദിക്കുവാൻ നിങ്ങൾ പഠനത്തിന്റെ കൂടെ തന്നെ പണം സമ്പാദിക്കുവാനുള്ള വഴികൾ ഒരുപാടുണ്ട് എന്നും, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളും മറ്റു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ യഥേഷ്ടം അവസരങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ, അതിന്റെ വഴികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടാവണം. അതോടൊപ്പം വ്യത്യസ്തമായ വഴികൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ എന്റെ കോളേജിലൊക്കെ കുട്ടികൾ പല തരത്തിൽ പണം ഉണ്ടാക്കുന്നുണ്ട്. ഒരു വിമൻസ് കോളേജാണ് എന്റേത്. അവിടെ പെൺകുട്ടികൾ സാധാരണ ചെയ്യുന്ന വർക്കുകൾ, അവർ മേക്ക് ഓവറിന് പോകുന്ന കുട്ടികളുണ്ട്, മെഹന്തി ഉണ്ടാക്കുകയും അതിന്റെ ട്യൂബ് ഉണ്ടാക്കിയിട്ട് അത് വിൽപ്പന നടത്തുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ കേക്ക് പോലത്തെ പിന്നെ ഡെസേർട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ വലിയ വലിയ ഫംഗ്ഷനുകൾക്ക് ആവശ്യമായ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികളുണ്ട്, ടൈലറിങ്, എംബ്രോയിഡറി പോലത്തെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഗ്ലാസ് പെയിന്റിങ് പോലത്തെ അതുപോലെ തന്നെ കാലിഗ്രഫി പോലത്തെ പെയിന്റിങ്ങുകൾ ചെയ്ത് അത് ഫ്രെയിം ചെയ്ത് വിൽക്കുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ അതിന്റെ ആഡ് കൊടുത്ത്, അതിന്റെ പിക്ചർ കൊടുത്ത് അത് വിൽപ്പന നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ വഴികൾ, ഇതുപോലെയുള്ള വ്യത്യസ്തമായ വഴികളിലൂടെ കാശ് ഉണ്ടാക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പൊ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, അവർക്ക് അവസരങ്ങൾ കൊടുക്കാറുണ്ട്. ഇതൊന്നും അറിയാതെ ഇത്തരത്തിലുള്ള സ്കില്ലുള്ള ഒരുപാട് കുട്ടികൾ, അവരൊക്കെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സ്കില്ലിനെ എങ്ങനെ പണമാക്കി മാറ്റാം, അങ്ങനെ അവസരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്. ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വരാനിരിക്കുന്ന ഒരു മാസത്തേക്ക് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട്
റമദാനിൽ എങ്ങനെ ഒരു റമദാൻ പ്ലാനർ ഒരു കുട്ടി ഉണ്ടാക്കിയതാ. സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കതൊരു ഒരു അതിന്റെ ഒരു പിന്നെ റിലീസിങ് ഒരു ഫംഗ്ഷൻ ആക്കി നടത്താം. അത് ടീച്ചേഴ്സിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും പുതിയ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികൾ തന്നെ സ്വയം ഇത്തരത്തിലുള്ള മേഖലകളിലേക്കൊക്കെ കടന്നു വരുന്നു, അവർ പണം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയാണ് ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരെന്ന നിലക്ക് നമ്മുടെ സാധ്യതയുള്ളത്. ഇത് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും ആമുഖമായി സൂചിപ്പിച്ചത്. കുട്ടികൾക്കെല്ലാം പണം ആവശ്യമുണ്ട്. വലിയ ഒരു പക്ഷേ ഞാൻ ചിന്തിച്ചത് ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥന്, ഒരു കുടുംബത്തിന്റെ ബാധ്യതയുള്ള ഒരാൾക്കുള്ളതിനേക്കാൾ ചിലവ് ഒരു പക്ഷേ ഒരു മാസം ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു ഡിഗ്രിക്കോ PGക്കോ പഠിക്കുന്ന കുട്ടിക്കുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇത്രമാത്രം ചിലവ് ആവശ്യമുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. നമുക്ക് വലിയൊരു അവസരം അവിടെയുണ്ട് എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ സയൻസ് ഫോർ ടെക്നോളജിയുടെ നമ്മുടെ സൻവോസിറ്റി എന്ന് പറയുന്ന ഈ ആപ്പുമായി നമ്മൾ നെറ്റ്വർക്കേഴ്സിലേക്ക് നമ്മൾ കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വലിയൊരു കസ്റ്റമർ ഗ്രൂപ്പ് നമ്മുടെ മുന്നിൽ യുവാക്കളായ വിദ്യാർത്ഥികളായ ആളുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും ആ ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലാനുള്ള വലിയൊരു സ്പേസ് നമുക്കുണ്ട്. അവരെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? അവരോട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സൻവോസിറ്റി എന്ന് പറയുന്ന ആപ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്? അവർക്ക് ഒരു ബിസിനസിന്റെ സാധ്യത എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ ഓരോ വിദ്യാർത്ഥികളെ കാണുമ്പോഴും നമ്മൾ അവരോട് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ ചിലവുകൾ വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് പണം ആവശ്യമായി വരുന്നത്? ഞാൻ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഓരോ കുട്ടിയും പറയാൻ സാധ്യതയുണ്ട്. അവിടെ അവരോട് പറയേണ്ടത്, നിന്റെ പഠനമെല്ലാം കഴിഞ്ഞ് നിനക്കൊരു ജോലി ആവണം എന്ന് ചിന്തിച്ച് ജോലി കിട്ടിയതിന് ശേഷം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആവരുത് നിന്റെ ചിന്ത എന്നും, ഇതിനെല്ലാമുള്ള പണം കണ്ടെത്തുവാനുള്ള വഴികൾ നീ അന്വേഷിക്കണമെന്നും, അതിനുള്ള ഏറ്റവും മനോഹരമായ ഒരു വഴി എന്റെ അടുക്കലുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അവരെ പറഞ്ഞു കൊടുക്കുക. ഫിസിക്കലി ആയിട്ടുള്ള വലിയ എൻഗേജ്മെന്റുകൾ ഇല്ലാതെ നിന്റെ പഠനത്തിന്റെ കൂടെ നിന്റെ സ്കില്ലും കാലിബറും യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിനക്ക് പണം ഉണ്ടാക്കുവാനുള്ള അവസരമുണ്ട്. അതിന് പറ്റിയ ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആപ്പ് എന്ന് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവിടെ നമ്മൾ പറയേണ്ടത് ഒരിക്കലും നമ്മുടെ ബിസിനസ് പ്ലാനിന്റെ അതിന്റെ ജനറേഷൻ ഇൻകത്തിനെ കുറിച്ചോ അതിന്റെ റോയൽറ്റിയെ കുറിച്ചോ അവസാനം കിട്ടാൻ പോകുന്ന കോടിയുടെ വില്ലയെ കുറിച്ചോ അല്ലെങ്കിൽ വിദേശ ട്രിപ്പിനെ കുറിച്ചോ ആവരുത് നമ്മൾ അവരോട് പറയേണ്ടത്. ഇതൊന്നല്ല അവരോട് പറയേണ്ടത്. ഇതൊന്നും പറഞ്ഞാൽ അവർ പക്ഷേ ഇതിലേക്ക് ഈ ഒരു എന്താണ് സാൻവോസിറ്റി എന്ന് കാണുവാൻ പോലും തയ്യാറാവണമെന്നില്ല. നമ്മൾ ഓരോ ആളുകളുടെ അടുക്കൽ ചെല്ലുമ്പോഴും അവരുടെ സാഹചര്യവും അവരെയും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ബിസിനസ് പറയേണ്ടത്. അപ്പൊ വിദ്യാർത്ഥികളായ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പണത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചും അത് ലഭിക്കുവാൻ അത് ഏൺ ചെയ്യുവാനുള്ള സുന്ദരമായ ഒരു അവസരമായി ഈ ആപ്പിനെ കുറിച്ച് സൂചിപ്പിക്കാം. ഈ ആപ്പിലുള്ളത് ഇതൊരു എഡ്യൂക്കേഷണൽ ആപ്പാണ്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന BSc മാത്സും അത് MSc മാത്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളെ വളരെ വേഗത്തിൽ നമുക്ക് ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റും. അവർക്കിത് ബോധ്യപ്പെടും. കാരണം അവർക്ക് അറിയുന്ന അവർ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റുമായി റിലേറ്റഡ് ആണ് നമ്മുടെ ആപ്പ്. അപ്പൊ അവരെ കൊണ്ട് തന്നെ ഇതിലുള്ള ട്രിക്കി വീഡിയോസുകൾ, അതിലെ ചാപ്റ്റർ വൈസ് വീഡിയോസുകൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് നിനക്കും ചെയ്തുകൂടെ ചോദിക്കാം. അവർക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അവർ ചെയ്യുന്ന വീഡിയോ ഒന്ന് അയച്ചു തരാൻ വേണ്ടി പറയാം. അവരെ കൊണ്ടൊരു വീഡിയോസ് ഉണ്ടാക്കാം. അതിന്റെ കൂടെ അവരോട് പറയാ, ഇങ്ങനെയുള്ള ഈ ഫീച്ചേഴ്സുകളെല്ലാം ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നീ ഒരാൾക്ക് റെഫർ നീ ഒരാൾക്ക് നിന്നിലൂടെ ഒരാൾ ഇത് വാങ്ങുകയാണെങ്കിൽ നീ പറഞ്ഞു കൊടുത്തിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഒരാൾ ഇത് വാങ്ങാൻ തയ്യാറായാൽ നിനക്ക് 500 റുപ്പീസ് കിട്ടും. ഈ ഒരു പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവിനെ കുറിച്ച് മാത്രമാവണം സ്റ്റുഡൻസിന്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ് മാത്രമാവണം നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യേണ്ടത്.
മറ്റ് ജനറേഷൻ ഇൻസെന്റീവിനെ കുറിച്ചോ റോയൽറ്റിയെ കുറിച്ചോ ഒന്നും പറയാൻ പോകരുത്. അവരോട് നമ്മൾ പറയേണ്ടത്, ഒന്ന് കൊടുത്താൽ, ഒരാൾ നിന്നിലൂടെ വാങ്ങിയാൽ നിനക്ക് 500 റുപ്പീസ് കിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് ആണത്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് തന്നെയാണ്. അപ്പൊ വളരെ വേഗത്തിൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയായി അവർക്കത് ബോധ്യപ്പെടും. അവർക്ക് വളരെ ഈസിയാണത്. അവർക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ, ഒരുപക്ഷെ നിന്റെ വീട്ടിൽ തന്നെ, നിന്റെ അയൽപക്കത്ത്, നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ റിലേറ്റീവ്സ്, അവിടെയൊക്കെ 9th-ലോ 10th-ലോ +1 +2 അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടോ? അവർക്ക് ഇനി ഈ ആപ്പിന്റെ ഫീച്ചേഴ്സുകളൊന്ന് കാണിച്ചു കൊടുക്ക്, അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്ക്. അപ്പൊ സ്വാഭാവികമായും രക്ഷിതാ അവരുടെ പാരന്റ്സിനെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്താൽ ഇത് പർച്ചേസ് ചെയ്യും. അങ്ങനെ ഒരാൾ വാങ്ങിയാൽ 500 രൂപ നിനക്ക് ലഭിക്കും. ഈ ഒരു വിഷയം, ഈ ഒരു പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവിനെ കുറിച്ച് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ വളരെ വേഗത്തിൽ അവർക്ക് സെല് ചെയ്യാൻ കഴിയും. അവർ ഇത് ഏറ്റെടുക്കും, ഒരു സംശയവുമില്ല. അനുഭവത്തിലൂടെയാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. വലിയ താല്പര്യത്തോട് കൂടിയാണ് ഞാൻ BSc മാത്തമാറ്റിക്സിലെ സ്റ്റുഡൻസിനോട്, അവരോട് ഇത്തരം വിഷയം, അവർക്ക് പണത്തിന്റെ ആവശ്യത്തെക്കുറിച്ചും അത് അവർക്ക് അറിയുന്ന, നമ്മൾ പറയുമ്പോൾ തന്നെ അവരെല്ലാം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അതിനുള്ള ഒരുപാട് വഴികൾ എന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോ ഓരോ കുട്ടി ആവേശത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ തയ്യാറാണോ? പഠനത്തിന്റെ കൂടെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം വീട്ടിൽ നിന്ന് പണം ചോദിക്കാതെ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ഒന്നിനും നിങ്ങൾക്കെതിരെ നിൽക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവിടുന്ന് ഒരു ട്രിപ്പ് പോകണം എന്ന് പറയുമ്പോ, ഒന്ന് നമുക്ക് തന്നെ വീട്ടിൽ ചെന്ന് 10,000 രൂപ വേണം ട്രിപ്പിനെന്ന് പറയാൻ പ്രയാസമുണ്ട്. ഇനി എല്ലാവരും പോകുന്നു, എനിക്കും പോകണം. വീട്ടിൽ ചെന്ന് പറയുമ്പോ ട്രിപ്പ് ഒന്നും പോവണ്ട, അല്ലെങ്കിൽ അതൊന്നോ അങ്ങനെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ ട്രിപ്പിന് വിടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ. അതിന് 10,000 രൂപ എടുത്തു തരാൻ പാരന്റ്സിന്റെ കയ്യിലില്ല എന്ന ഒരൊറ്റ കാരണമാണുള്ളത്. നേരെ മറിച്ച് നിങ്ങൾക്ക് സമ്മതം പല കുട്ടികളും പറയും എന്നെ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. ഈ സമ്മതം കിട്ടാതിരിക്കുവാനുള്ള ഒരു പ്രശ്നം, എസ്പെഷ്യലി ഒരു വിമൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സിന് ഉണ്ടാകുന്ന മറ്റ് ആശങ്കകളൊന്നുമില്ലല്ലോ. എന്നിട്ടും പല കുട്ടികളെയും സമ്മതിക്കാതിരിക്കുവാനുള്ള കാരണം സാമ്പത്തികമായ പ്രയാസം തന്നെയാണ്. അപ്പൊ നിങ്ങളെ കയ്യിൽ നിങ്ങളുടേതായി ക്യാഷ് ഉണ്ടെങ്കിൽ, എല്ലാവരും പോകുന്നുണ്ട്, ഇങ്ങനെയാണ് പോകുന്നത്, അതിനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്, ക്യാഷ് എന്റെ കയ്യിലുണ്ട്, ഞാൻ പോവട്ടെ എന്ന് ചോദിച്ചാൽ ഏത് പാരന്റ്സ് പോയിക്കോ എന്ന് പറയും. അതോടൊപ്പം പാരന്റ്സിനെ കൂടി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് അവർക്ക് കൂടി കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ലഭിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഒരുപാട് വഴികളുണ്ട്, ഞാൻ ചെയ്യിക്കാറുണ്ട്. ഞാൻ എൻ്റെ പല സ്ഥാപനങ്ങൾക്ക്, പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഫ്ലയർ എൻ്റെ മക്കളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അവർക്കതിന് ക്യാഷ് കൊടുക്കും. എങ്ങനെ ഇതുവരെ ഒരു ഫ്ലയർ ഉണ്ടാക്കാത്ത കുട്ടികൾക്ക് അതിന്റെ വഴികളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ക്യാൻവ പോലത്തെ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. അതിന്റെ എല്ലാം ട്യൂട്ടോറിയലുകൾ ഇന്ന് യൂട്യൂബുകളിൽ ലഭ്യമാണ്. എന്നിട്ട് ഞാൻ അവർക്ക് മാറ്റർ കൊടുക്കും. അവര് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും അവർ തരുന്ന ഓരോ ഫ്ലയറിനും 150 രൂപ 200 രൂപയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അത് അവർക്ക് വലിയൊരു ഇൻകമാണ്. അപ്പൊ കുട്ടികൾ ചോദിക്കും, സാർ ഫ്ലയർ ഒന്നും ഇല്ലപ്പോ, ഏതെങ്കിലും പോസ്റ്റർ ഉണ്ടാക്കാണ്ടെങ്കിൽ പറയണേ. ഇങ്ങനെ ഇങ്ങോട്ട് പറയുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ മാറി. അപ്പൊ അതൊരു വഴിയാണ്. ഇതുപോലെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുവാൻ പറ്റുന്ന, അപ്പൊ കുട്ടികളെല്ലാം ആവേശത്തോടു കൂടി ചോദിച്ചു, ഞങ്ങൾ തയ്യാറാണ്, എന്താണെന്ന് പറഞ്ഞത്. അപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മുടെ സാൻവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾ ഇത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യം നിങ്ങൾക്കത് ബോധ്യപ്പെടണം ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ന്. ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അവരെല്ലാം ഹാപ്പിയായി. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിന് ഇത് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും, നിങ്ങൾ ആരെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ കുട്ടികളെല്ലാം ആവേശത്തോടു കൂടി അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഡ്യൂപ്ലിക്കേഷൻ പർച്ചേസ് അവിടെ നടക്കും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇതിപ്പോ എന്റെ കോളേജിലെ ഒരു ക്ലാസ്സിൽ മാത്രം ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, പണം ആവശ്യമായ എല്ലാവരോടും എല്ലാ കുട്ടികളോടും വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ആപ്പ് എന്ന് മനസ്സിലാക്കുകയും വിദ്യാർത്ഥികളെ കൂടി ഒന്ന് ഫോക്കസ് ചെയ്താൽ നമ്മുടെ ബിസിനസ് നമുക്ക് വളരെ വേഗത്തിൽ
അത് പരിപോഷിപ്പിക്കുവാൻ കഴിയുമെന്നത് നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ ഒരു സാധ്യത, ക്യാമ്പസിൽ ഇത്രയും വലിയൊരു സാധ്യത ഇതിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്രയും ഉദാഹരണങ്ങളിലൂടെ തന്നെ ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ ഒരു സാധ്യതയും ആ ഒരു സ്പേസും നമ്മൾ മനസ്സിലാക്കി വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ അവരെ കൂടി ഫോക്കസ് ചെയ്ത് ഈ ഒരു പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവിനെ കുറിച്ച് മാത്രം അവരോട് പറഞ്ഞ് പിന്നീട് അവർ കുറെ കൊടുക്കുമ്പോൾ അവർക്ക് അതിന് സ്വാഭാവികമായും അതിന്റെ ജനറേഷൻ ഇൻസെന്റീവും അതിന്റെ മറ്റു സാധ്യതകളൊക്കെ പിന്നീട് അവർ മനസ്സിലാക്കുമ്പോൾ ആ ഒരു നെറ്റ്വർക്ക് എന്ന തലത്തിലേക്ക്, ആ ഒരു ബിസിനസ് മോഡിലേക്ക് അവർ സ്വാഭാവികമായും കടന്നു വന്നോളും. അതവർ വരും. നമ്മൾ ആദ്യം അവരോട് ആ ഒരു വിഷയത്തെ കുറിച്ച് സൂചിപ്പിക്കേണ്ടതില്ല എന്നതാണ് എന്റെ പേഴ്സണലി എന്റെ ഒരു ഒപ്പീനിയൻ. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ സൂചിപ്പിക്കാം. ഏതായിരുന്നാലും നമ്മുടെ മുന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ടീനേജിലുള്ള കുട്ടികൾ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ, നമ്മുടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആ ഒരു സ്പേസ് കൂടി നമ്മൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോ മേഖലകൾ, നമ്മൾ ഓരോ ടീമിനെ നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ഹൗസ് വൈഫിലൂടെ, ജോലികൾക്കൊന്നും പോവാതിരിക്കുന്ന വീട്ടമ്മമാരിലൂടെ നമുക്ക് ഇതെങ്ങനെ സെല് ചെയ്യാൻ പറ്റും, അവർക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്, അവരെ കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവരിലൂടെ സെല് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോരോ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതികളിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതും, ഇത് സെല് ചെയ്യാനുള്ള വഴികളെ കുറിച്ച് കൊടുക്കേണ്ടതും, ഇതിന്റെ പ്ലാൻ കൊടുക്കേണ്ടതും, ഈ ബിസിനസ് അവതരിപ്പിക്കേണ്ടതും എല്ലാവരോടും ഒരേ രീതിയിലല്ല എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഓരോ സ്പേസുകൾ എവിടൊക്കെയുണ്ട് എന്ന് നമ്മൾ തന്നെ കണ്ടെത്തുകയും ആ സ്പേസുകളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ബിസിനസ് വളരുവാനുള്ള വഴി. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി ഞാൻ സൂചിപ്പിച്ച, വീണ്ടും ആവർത്തിക്കുന്നു, സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തി നമ്മുടെ ബിസിനസ് പരമാവധി ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ, നന്നായി ബിസിനസ് ചെയ്യുവാൻ, അതിലൂടെ പരമാവധി ഇൻകം ഏൺ ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു ആൾ.